കോമിക്സ് എവിടെ തുറന്നാലും ഇപ്പോ കങ്കുവ മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് പറയാൻ വേണ്ടി മാത്രമല്ല, പോസിറ്റീവ് പറയാനേ അല്ല, എവിടെ തുറന്നാലും ട്രോളുകളും കളിയാക്കലുകളും മാത്രം. பேசாம தூங்கி இருக்கலாம், நானே வந்து மாட்டிக்கிட்டனே. ഒരു സിനിമയെ ഈ ഇടയ്ക്ക് ഇത്രയും കീറി മുറിച്ച ഒരു അനുഭവം, ഒരു നേരിട്ടൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം എവിടെ നോക്കിയാലും, ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എവിടെ നോക്കിയാലും ആദ്യം ഫീഡിലെത്തുന്നത് കങ്കുവയെ കുറിച്ചുള്ള ട്രോളാണ്. ശരിക്കും ഇത്രയും ഹെയ്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഈ ഒരു കങ്കുവ എന്നുള്ള ഈ ഒരു സിനിമ? അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇനി എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ആഘോഷിക്കപ്പെടുമായിരുന്നോ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സിനിമ എന്ന് പറയണത്? കാരണം ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ട്രോൾ മെറ്റീരിയലായി മാറി എന്നുള്ളതാണ്. 300 കോടി രൂപയുടെ ട്രോൾ മെറ്റീരിയലായി മാറി എന്നുള്ളതാണ് ഈ കങ്കുവ എന്നുള്ള ഒരു സിനിമ, ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഇപ്പൊ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? കാരണം അങ്ങനെയാണ് ടോക്ക് ഓഫ് ദ ടൗൺ. ശരിക്കും മീഡിയ ഒന്നും ഇതിനകത്ത് ഇടപെടാറ് പോലുമില്ല. അവർക്ക് ഈ മറ്റുള്ളവരുടെ പ്രസവം നോക്കലും ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയുള്ള എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ഏകദേശം എല്ലാവിടെയും ഇതന്നെയാണ് ടോക്ക്. സാധാരണ ഒരു സൂര്യ സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അധികം ഹൈപ്പിടൊന്നും അല്ലാണ്ട് ആ വഴിക്ക് സിനിമയായിട്ട് രീതിയിൽ മാത്രം കണ്ടിട്ട് പോകുന്ന ഒരു നോർമൽ ട്രോളുകൾ വരും, ഫാൻസിന്റെ ഇടയിൽ ട്രോൾ വരും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് വിചാരിച്ചതിനേക്കാളും അപ്പുറത്തുള്ള ഒരു ട്രോളായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സൂര്യ മാത്രമാണോ? ഒരിക്കലും അല്ല. ശരിക്കും പറയട്ടെ, ഇത് ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് ഇത് ഡിസേർവിംഗ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നതല്ല. ഇത് ചില പെർട്ടിക്കുലർ വ്യക്തികൾക്ക് ഇത് ബാധകമാണ്. സൂര്യ മാത്രം അനുഭവിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. കാരണം ഫാൻസിന്റെ ഇടയ്ക്ക് ഉറപ്പായിട്ടും സൂര്യക്ക് നല്ലപോലെ ട്രോൾ കിട്ടുന്നുണ്ട്. ആർക്കറിയാം, പുള്ളി ഇപ്പം മേ ബി ഡിപ്രഷൻ സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. കാരണം പുള്ളിയുടെ 2.5 വർഷമാണ് വേസ്റ്റ് ആയത് എന്നുള്ളതാണ്. കുറെ പ്രോജക്റ്റുകൾ മിസ്സാക്കിയിട്ട് സുധാ കോങ്കര അടക്കമുള്ള ടോപ്പ് ക്ലാസ് ഡയറക്ടർമാരിലുള്ള ആ സിനിമകളൊക്കെ ഒഴിവാക്കിയിട്ട് ശിവ എന്ന ഈ ഡയറക്ടറോടൊപ്പം 2.5 വർഷമാണ് പുള്ളി യാത്ര ചെയ്തെന്നുള്ളതാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എന്താണ് അതിനുള്ള കാരണം, എന്താണ് അതിനെ ഇംപ്രസ് ചെയ്യിപ്പിച്ചതെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട ട്രോള് അത് എങ്ങനെ വന്നു, ഇതിന്റെ റീസൺ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് കാര്യം ഇതിലെ തള്ളുകളാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിലെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ എല്ലാവരും ഇരുന്നും കിടന്നും മലർന്നും തള്ളി എന്നുള്ളതാണ്. കാരണം ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാം, ഈ സിനിമയുടെ ഓരോ അപ്ഡേറ്റും ഞാൻ നല്ല വാച്ച്ഫുള്ളായിരുന്നു. അത് ഓരോ ഇന്റർവ്യൂ ആണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, ഓരോ പ്രൊമോഷൻ പരിപാടിക്ക് വരുമ്പോഴും ഇവർ ചെയ്യുന്ന സ്പീച്ച് ഞാൻ ഇരുന്ന് കേട്ടിട്ടുണ്ട്. സോ ഇവരുടെ സ്പീച്ച് കൊണ്ട് തന്നെ ഞാൻ എന്റെ ഹൈപ്പ് എന്ന് പറയുന്നത് സ്കൈ ആണ്. സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് പറയുന്ന പോലെ ഭയങ്കര സ്കൈ ലെവൽ ഹൈപ്പിലാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. അത്രയും എക്സൈറ്റ്മെന്റോടുകൂടി ഓഡിയോ ലോഞ്ചിലാണെങ്കിലും വേറെ ചാനൽസിന് കൊടുക്കുന്ന ഇന്റർവ്യൂലാണെങ്കിലും ശരി, ഇവര് തള്ളുന്നതിനൊരു പരിധി ഇല്ലല്ലോ. പ്രത്യേകിച്ച് ഈ പ്രൊഡ്യൂസർ, ആ പ്രൊഡ്യൂസർ ജ്ഞാനവേൽ രാജ എന്ന് പറയുന്ന, എനിക്ക് വേറൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്തായാലും പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ വലിയ വലുതാണ്. അതിപ്പോ പ്രൊഡ്യൂസർ എന്ന രീതിക്ക് മാത്രമല്ല, പ്രൊമോഷന് വന്നിട്ട് ഇരുന്നിട്ട് വാദോരാതെ ഇരുന്ന് തള്ളിയ ഒരു വ്യക്തിയാണ്. ഏറ്റവും ഊക്കി കിട്ടാൻ കാരണം ഈ 2000 കോടി കിട്ടുന്നുള്ളതാണ്. ആങ്കർ ചോദിച്ചത് 1000 കോടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ ഒരു സിനിമ കൊണ്ട് കോളിവുഡിന് 1000 കോടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ പുള്ളി പറഞ്ഞത്, നിങ്ങൾ എന്താണ് 1000 കോടി എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തുന്നത്, ഞങ്ങൾ 2000 കോടി എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കേൾക്കുമ്പോൾ ഒരു ഭീകര തള്ളായിട്ട് തോന്നുമെങ്കിലും പിന്നെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് ട്രെയിലറിലൂടെയും ടീസറിലൂടെയും ഇവരുടേതായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ വരുന്ന ഇവർക്കുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, നോർത്ത് മുതൽ സൗത്ത് വരെ, പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ, എല്ലാവരുടെയും ഇരുന്ന് ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്തു. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ നമുക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഹോപ്പ് വരും, എക്സൈറ്റ്മെന്റ് വരും. ഇവർക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടല്ലേ, അപ്പൊ പ്രോഡക്റ്റിൽ എന്തോ ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് വരും. പക്ഷെ പടം കാണുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നേ ഇവര് പറഞ്ഞതിന്റെ പകുതി പോലും സിനിമയിൽ കാണാനില്ല എന്നുള്ളതാണ്. പിന്നെ ശിവയുടെ കാര്യം, ശിവയുടെ ഫിലിമോഗ്രാഫി നമുക്ക് അറിയാം. എനിക്ക് ഇതേപോലെ ഒരു നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട്, ഇപ്പോഴല്ല, വിവേകം ഇറങ്ങുന്ന സമയത്തും ഈ ശിവയുടെ ഇന്റർവ്യൂ മൊത്തം ഇരുന്ന് ഞാൻ കാണും.
പിന്നെ അതിൽ വന്നിരിക്കുന്ന പാട്ടുകൾ, അനിരുദ്ധിന്റെ കോൺട്രിബ്യൂഷൻസ്, മെയിനായിട്ട് ശിവയാണ് കേട്ടോ. അനിരുദ്ധിന്റെ ഇതിനകത്തൊന്നും ചെയ്യാനില്ല, പുള്ളിയുടെ പണി ചെയ്തിട്ട് പോയി. ശിവ ഇരുന്ന് തള്ളലോട് തള്ളലാണ്. അജിത്തിനെ കുറിച്ച് പൊക്കി പറയാം, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണ്, ആക്ഷൻ പടമാണ്, എന്താണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇരുന്ന് തള്ളി മറിച്ച് പടങ്ങൾ ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടാണ്. അതോടെ മതിയായി എനിക്ക് ശിവനുള്ള ഹോപ്പ്. പക്ഷെ നമ്മളെപ്പോഴും ഒരാളിനെ ഒരേപോലെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ചിലപ്പോൾ അവർക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും അവർക്കൊരു ഒരു നല്ല സമയം ഉണ്ടാവും, ഒരു ചീത്ത സമയം ഉണ്ടാവും. പക്ഷെ എല്ലായ്പ്പോഴും ഒരാളിനെ ഒരേപോലെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളിക്ക് ഹിറ്റും ഉണ്ടായിട്ടുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, ഫ്ലോപ്പ് ഉണ്ടായിട്ടുണ്ട്, ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ പ്രീവിയസ് മൂവി അണ്ണാത്തയാണ്, അതൊരു വൻ പരാജയ സിനിമയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് പുള്ളി ഒരു അറ്റംപ്റ്റ് നടത്തണം. ഓക്കെ, ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ് നടത്തണം. അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് സൂര്യ എന്ന് ശിവയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെയാണ് അതിൽ ആ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചെന്നുള്ളതാണ് വേണമെങ്കിൽ പറയാം. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒന്നില്ലെങ്കിൽ ശിവയുടെ നരേഷനിൽ സൂര്യ വീണിട്ടുണ്ടാവും. കാരണം ശിവ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്റ്റോറി നറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളിയുടെ വിഷൻ എന്താ പറയാ, ഒരു സംഭാഷണത്തിലൂടെ കൺവേ ചെയ്യാൻ പുള്ളിക്ക് നല്ലൊരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലെങ്കിൽ സൂര്യയുടെ ക്യാരക്ടർ എടുത്തോളാം, സൂര്യ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. എപ്പോഴും റിലേഷൻഷിപ്പിന് വില കൊടുക്കുന്ന ആൾക്കാരാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ സിംഗ് ഒക്കെ ചെയ്ത ഹരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിട്ട് പിഴിഞ്ഞു എന്ന് വേണേൽ പറയാം ഒരു കാലത്ത്. ശരിയാണ്, സിംഗം 1 സിംഗം 2 ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ്. പക്ഷെ സിംഗം 3 കൂടി വീണ്ടും ഒരു ട്രോൾ മെറ്റീരിയലായി മാറി. ഒരു ബ്രാൻഡ് ക്യാരക്ടർ ആയിരുന്നു സിംഗം എന്നുള്ളത്, ദുരൈ സിംഗം എന്നുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ അത് വീണ്ടും പുള്ളിയുടെ തെറ്റായ രീതിയിലുള്ള മേക്കിങ്ങും ആവശ്യമില്ലാത്ത കുറെ കത്തി സീൻസും കൊണ്ട് ആ ഒരു ബ്രാൻഡിനെയും ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയോ ഹരിയായിട്ടുള്ള ആ ഒരു ബന്ധം മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തു എന്ന് വേണേൽ പറയാം. സോ ആ തെറ്റ് വീണ്ടും ശിവയിലൂടെ സൂര്യ ആവർത്തിച്ചു എന്ന് വേണേൽ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവയുടെ ഇന്റർവ്യൂവിൽ കണ്ടാണ് ഈ ഒരു സിനിമയുടെ കങ്കുവ എന്നുള്ള ഈ സിനിമയുടെ കോർ ആയിട്ടുള്ള ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസും ഫോർഗിവ്നെസ്സും ആണ്. സോ ഈ ഒരു ഇമോഷണൽ ടച്ച് സൂര്യക്ക് കണക്ട് ആയിട്ടുണ്ടാവും. കാരണം പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, മേ ബി പുള്ളി ജസ്റ്റ് ഡെപ്ത് ആയിട്ടൊന്ന് ആലോചിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒരു ചെറിയൊരു പ്രോമിസിന് വേണ്ടിയാണെങ്കിലും ഈ ഒരു കങ്കുവ അല്ലെങ്കിൽ കങ്കൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഏതറ്റം വരെയും പോകുന്നുള്ള ആ ഒരു തോട്ട് ഓഫ് മൈൻഡിലായിരിക്കും സൂര്യ സ്ട്രൈക്ക് ആയിട്ടുണ്ടാവുക, ഈ പ്രോമിസിൽ ഈ ഒരു പ്രോജക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇത് നല്ല തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത വിധം മാറിപ്പോയി എന്നുള്ള തന്നെയാണ്. അതായത് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഒരു സംഭവം, പക്ഷെ സിനിമയായിട്ട് വന്നപ്പോൾ വേറൊരു സംഭവം. ഇത് തന്നെയാണ് പ്രശ്നം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞ ഒരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമേ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ ചിന്തിക്കുന്നത്. എന്താണെന്നറിയോ, ഈ ഒരു പ്രോമിസും അല്ലെങ്കിൽ ഫോർഗിവ്നെസ്സും ഇങ്ങനത്തെ സംഭവം മാറ്റി നിർത്തിയിട്ട് ഈ 5 ക്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ദ്വീപില് 5 ക്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഈ 5 ക്ലാൻ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അവിടെ ഒരു സ്ട്രോങ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ക്ലാൻ വാറാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു വേറെ ലെവലിൽ എത്തേണ്ട പടമാണ്. ആൻഡ് ഇത് എങ്ങനെയുള്ള സിനിമയാണെന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ശിവയാണ് ഡയറക്ട് ചെയ്യുന്നതെങ്കിൽ പുള്ളിയുടെ വിഷൻ മാത്രമേ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പ്രോമിസിനും ഫോർഗിവ്നെസ്സിനും ഒരു എന്താ പറയാ, ഒരു വേസ്റ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു കോറിലും ഒരു ഇമോഷൻ വേസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു നല്ലതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യേണ്ട വിധം ശിവയ്ക്ക് അമ്പെ തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പാളിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പൊ ശിവയുടെ കാര്യം പറഞ്ഞു. ഇനി സൂര്യയുടെ മേലെ തെറ്റുണ്ടോ എന്നുള്ളതാണ്. സൂര്യയുടെ മേലെ തെറ്റുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പുള്ളി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, 10-27 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പൊ പുള്ളിക്ക് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ മേ ബി ഇതിന് എസ് പറയില്ലായിരുന്നു. ഓക്കെ, അതൊരു തെറ്റി. പക്ഷെ എന്താ പറയാം, അത് മേ ബി പുള്ളി ഞാൻ പറഞ്ഞ പോലെ ഏതോ ഒരു കോർ പോയിന്റിൽ വെച്ച് പുള്ളി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് വിട്ടോ. ഇനി പുള്ളി ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവന്മാര്, അതായത് ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരു പബ്ലിക് സ്റ്റേജിൽ ഇരുന്നിട്ട് തള്ളി മറിച്ചു എന്നുള്ളതാണ്. സൂര്യയും അതേ തെറ്റ് ആവർത്തിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നോർമലായിട്ട് തള്ളിയൊന്നുമല്ല, 2 പോയിന്റ് എക്സ്ട്രാ ആയിട്ട് തള്ളി എന്ന് തന്നെയാണ് പറയാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഡയറക്ടറും ഇതുപോലെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടു കഴിഞ്ഞാൽ വായം പൊളിച്ചിരിക്കുന്നുള്ള ഇതും ആൻഡ് നെരുപ്പ് മാറിയ ഒരു പടം. സത്യം പറഞ്ഞാൽ ഇതിൽ എവിടെ നെരുപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുള്ള. മേ ബി ശിവ വേറെ വല്ല സിനിമയും കാണിച്ചിട്ട് ഇതാണ് കങ്കുവാന്ന് കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിലീസിന് ഈ ഒരു സിനിമ മാറിപ്പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു പ്രൊമോഷൻ വരുമ്പോൾ ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാം, ഫാൻസിന്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാം. ഈ സിനിമയുടെ ഒരു ബേസിക് ഐഡിയ മാത്രം പറഞ്ഞു കൊടുത്തിട്ട്
ബാക്കി നമ്മുടെ കാര്യം, ബാക്കി സിനിമ കണ്ടൊരു അഭിപ്രായം പറയട്ടെ എന്നുള്ള രീതിയിൽ വിട്ടതാണെങ്കിൽ ഇത്രയും ഹെയ്റ്റ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള തള്ളുകൾ ഉപേക്ഷിച്ച ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നവും തീരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ NGK സിനിമ, സൂര്യയുടെ NGK അത് ശരിക്കും മൂക്ക് കിട്ടുന്ന സിനിമ തന്നെയാണ്. മൂക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫാൻസിന്റെ തമ്മിൽ. പക്ഷെ ഇത്രയും ഗ്ലോബൽ ലെവൽ ട്രെൻഡ് ഒന്നും ആയിട്ടില്ല. കാരണം അതിൽ തള്ളാൻ ആരും വന്നിട്ടില്ല, ഒന്നും തള്ളി മറിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെയല്ല, ഈ സിനിമ ഇങ്ങനെയല്ല. ഇത് എല്ലാവരും ഇരുന്ന് തള്ളിമറിച്ച് അങ്ങനെയാണെങ്കിൽ പാൻ ഇന്ത്യൻ നോക്ക്, സത്യമായിട്ടും പാൻ ഇന്ത്യൻ നോക്ക്. ഓക്കെ, അപ്പൊ എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ളത്, സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം തള്ളി മറിക്കാണ്ട് ജസ്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇന്ററാക്ട് ചെയ്യുക ഓഡിയൻസിന്റെ അടുത്ത്. ഒരു ആ സിനിമയെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. ബാക്കിയൊക്കെ ഓഡിയൻസിന്റെ കയ്യിലാണെന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് വിട്ടിട്ട് ചുമ്മാ ആളെ കയറ്റാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് ആൾക്കാർക്ക് എക്സ്പെക്ടേഷൻ കൂട്ടി പിന്നെ തിയേറ്ററിലെ സംഭവം ഒന്നും ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് പറയാനുള്ള ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ മാത്രം നെറ്റാണ്. പ്രൊഡ്യൂസേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെയും പ്രൊമോഷന് വന്നിരുന്ന് തള്ളുന്ന എല്ലാവരുടെയും നെറ്റാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി പണ്ട് കാര്യമൊന്നുമില്ല. ഇനി സൂര്യ 44 കാർത്തിക് സുബ്രാജിന്റെ പടമാണ്. അതിൽ എനിക്കറിയില്ല എങ്ങനെ ഹോപ്പ് വെക്കണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും സിനിമ വരട്ടെ. ഈ കാർത്തിക് ആയതുകൊണ്ട് എനിക്കൊരു ഹോപ്പ് ഉണ്ട്. പുള്ളിയുടെ മേലുള്ള ഒരു വിശ്വാസമുണ്ട്. അതെന്തായാലും പുള്ളി കാണിക്കുന്ന എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം പുള്ളിയുടെ ഒരു മിനിമം ക്വാളിറ്റി സിനിമയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. സോ എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ എനിക്ക് ഇത്രയുള്ള പറയാനായിട്ട്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.